നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ. 43 കേന്ദ്രങ്ങളിലായി നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകൾ. 8:30 ആദ്യ ഫലസൂചനകൾ. തെറ്റായ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയാൽ നിയമ നടപടിയുണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് 79.7% പോളിംഗ്. വോട്ടെണ്ണലിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ അമൃത ടിവിയും. കനത്ത സുരക്ഷയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. ഉദ്യോഗസ്ഥർക്ക് QR കോഡുള്ള തിരിച്ചറിയൽ കാർഡ്. സുരക്ഷാ ചുമതല CRPFന്. പ്രശ്നബാധിത സാധ്യതാ മേഖലകളിൽ വിജയാഘോഷം ജില്ലാ ഭരണകൂടങ്ങൾക്ക് വിലക്കാം. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകം. സംസ്ഥാനത്ത് അനുകൂല തരംഗമെന്നും സീറ്റുകൾ 100 കടക്കുമെന്നും UDF. ഭരണ തുടർച്ചയെന്ന് LDF. നിർണായക ശക്തിയാകുമെന്ന് NDA. നെഞ്ചിടിപ്പോടെ മുന്നണികളും സ്ഥാനാർത്ഥികളും. പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് ഫലം അറിയുക കണ്ണൂരിലെ വസതിയിൽ നിന്ന്. VD സതീശൻ നാളെ തലസ്ഥാനത്തെ ഔദ്യോഗിക വസതിയിലുണ്ടാകും. KPCC ആസ്ഥാനത്ത് പന്തൽ കെട്ടി വിജയാഘോഷത്തിനുള്ള തയ്യാറെടുപ്പ്. മുഖ്യമന്ത്രി അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം അതിവേഗത്തിലാക്കാൻ നാളെ ഹൈക്കമാൻഡ് നിരീക്ഷകരെത്തും. BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഫലം വീക്ഷിക്കും. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി നിതിന്റെ പിതാവ്. പോലീസും സർക്കാരും ഒത്തുകളിക്കുന്നുവെന്ന് വിമർശനം. ഡോക്ടർ സംഗീതയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് ഊഷ്മള സ്വീകരണമായിരുന്നുവെന്നും ഡോക്ടർ റാമിനെ പിടികൂടാൻ ശ്രമിക്കുന്നില്ലെന്നും രാജൻ. രേഖകളും ദൃശ്യങ്ങളും കൈമാറാത്തതിൽ കോടതിയെ സമീപിക്കാൻ കഴിയുന്നില്ലെന്നും പരാതി. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ പുതിയ 14 സമാധാന നിർദ്ദേശവുമായി ഇറാൻ. ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിലടക്കം പുതിയ ഭരണ സംവിധാനം വേണമെന്ന ആവശ്യം. പാകിസ്ഥാൻ മുഖേന നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറി. അംഗീകരിക്കാനാകാത്ത കരാറെന്ന് ഡൊണാൾഡ് ട്രംപ്. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് 79.70% പോളിംഗ് ആണെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമാണെന്നും തെറ്റായ ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും രത്തൻ ഖേൽക്കർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനത്തിൽ ഇന്നാണ് വ്യക്തത വരുന്നത്. 79.70% പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 20,028 സർവീസ് വോട്ടുകളാണ് ഇതുവരെ ലഭിച്ചത്. ഇന്നുകൂടി സർവീസ് വോട്ടുകൾ സ്വീകരിക്കും. അതിനാൽ ഇതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നാളെ നടക്കുന്ന വോട്ടെണ്ണലിലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുക. EVM 8:30 ശേഷമായിരിക്കും എണ്ണി തുടങ്ങുന്നത്. എല്ലാ സംശയങ്ങളും തീർച്ച ശേഷം മാത്രമായിരിക്കും എണ്ണൽ പൂർത്തിയാക്കുക. തെറ്റായ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള മിസ്ഇൻഫർമേഷൻസ്, ഫാൾസ് ന്യൂസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻ എല്ലാവരുടെ എതിരെ ഉണ്ടാവും എന്നുള്ളത് കൂടി പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇലക്ഷൻ കമ്മീഷൻ റിലീസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എല്ലാവരും ഫോളോ ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വോട്ടെണ്ണലിനായി 15,465 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സുരക്ഷയ്ക്കായി 32,301 പോലീസ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് QR കോഡുള്ള തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. CRPF ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമായിരിക്കും. ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ വിജയാഘോഷം ജില്ലാ ഭരണകൂടങ്ങൾക്ക് വിലക്കാം. സ്ട്രോങ് റൂം തുറക്കുന്നത് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് ഇത്തവണ അനുമതിയില്ല. ഫലം പ്രഖ്യാപിക്കാൻ വൈകിട്ട് 5 മണിയാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എല്ലാ എക്സിറ്റ് പോളുകളും 65 സീറ്റുകൾ വരെ LDFന് പറയുമ്പോൾ ഭൂരിപക്ഷം കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. BJP അക്കൗണ്ട് തുറക്കില്ല. നേമത്തും കഴക്കൂട്ടത്തും LDF തന്നെ വിജയിക്കും. പിണറായി വിജയൻ ഉൾപ്പെടെ LDF നേതാക്കന്മാർ എല്ലാം മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും പേരാവൂരും തൃത്താലയിലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നതെന്നും MV ഗോവിന്ദൻ അമൃത വാർത്തകളോട് പറഞ്ഞു. എക്സിറ്റ് പോളുകളൊക്കെ പൂർണ്ണമായും തള്ളുകയാണ് ഇടതുമുന്നണി. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. 10 വർഷത്തെ ഭരണമാണ്. ആ ഭരണ നേട്ടം ഉറപ്പായും ഭരണ തുടർച്ച തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുന്നണിയെ നയിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നമ്മോടൊപ്പം ചേരുകയാണ്. പക്ഷേ ഈ എക്സിറ്റ് പോളുകളൊക്കെ UDFനാണ്, അതായത് ഭരണം നഷ്ടമാകുമെന്ന് പറയുമ്പോഴും എക്സിറ്റ് പോളുകളുടെ ശരാശരി നോക്കുമ്പോൾ ഒരിക്കലും ഒരു അമ്പേ പരാജയം പറയുന്നില്ല. കാരണം 70 ശരാശരി നോക്കുമ്പോൾ 65 മുതൽ 70 വരെ മുട്ടി നിൽക്കുകയാണ്. എന്തായാലും ഈ എക്സിറ്റ് പോളുകളൊക്കെ പൂർണ്ണമായും തള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷ.
എക്സിറ്റ് പോൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയപ്പോൾ നമുക്ക് 69 സീറ്റ് വരെ പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂരിപക്ഷത്തിന് 2 സീറ്റാണ് കുറവ്. പിന്നെ അവരുടെ ലിസ്റ്റ് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞതും തോൽക്കുമെന്ന് പറഞ്ഞതും, തോൽക്കുമെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് UDF ജയിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഡസൻ കണക്കിന് സീറ്റ് ഞങ്ങൾ ജയിക്കുന്നുണ്ട്. അപ്പോൾ എക്സിറ്റ് പോൾ വെച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞ 2 കാര്യം: ഒന്ന്, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല; 2, മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ പിണറായി വിജയനാണ്; 69 വരെ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്; 2 സീറ്റ് കൂടി കിട്ടിയാൽ ഭൂരിപക്ഷമായി. നല്ല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ പറയാതെ പറഞ്ഞു വെച്ച കാര്യം. ഈ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം ഈ CPM ക്യാമ്പിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു നിശബ്ദതയാണല്ലോ, ഒരു മൗനം കാണുന്നുണ്ട്. മൗനമില്ല. ഞാനന്ന് മുതലേ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മൗനത്തിൻ്റെയും പ്രശ്നമില്ല. പ്രതീക്ഷയെ തന്നെയാണ്. പക്ഷേ അതേസമയം കോൺഗ്രസ് നമ്മൾ ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം മുതലേ കാണുന്നൊരു കാഴ്ച. പക്ഷേ ഇപ്പോൾ എക്സിറ്റ് പോൾ വന്നതോടെ വലിയ ആവേശത്തിലാണ് അവർ. അല്ല, അവരെ ആവേശം കുറയുക ചെയ്തത്. 100+ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഇല്ലെങ്കിൽ വനവാസം. ഇപ്പോൾ ആ 100+ലേക്കൊന്നും അവർ പോകുന്നില്ല. കനുപോലും കൂടി അവരിപ്പം ജയിക്കും എന്നുള്ളതിന് ഉറപ്പില്ലാതെ നിരയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇത് മാത്രമല്ല, അവർ ഈ മുഖ്യമന്ത്രി ആരെന്ന രീതിയിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. മാത്രമല്ല, ഈ നാളെ റിസൾട്ട് വന്നാൽ 5-ാം തീയതി സ്ക്രീനിംഗ് കമ്മിറ്റി, 6-ാം തീയതി ഘടകകക്ഷികളുടെ യോഗം, 7-ാം തീയതി നേതാക്കന്മാർ ഡൽഹിക്ക് പോകുന്നു, മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ആ ഷെഡ്യൂൾ വരെ അവർ ക്രമീകരിച്ചിരിക്കുകയാണ്. അത് മുമ്പേ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഒരു വലിയ പ്രതീക്ഷയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ്. ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷവും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നാളെ രാവിലെ ആകുമ്പോഴേക്ക് തീരും. നാളെ ഒരു എത്ര മണി, ഒരു 12 മണി വരെ പോകുക, അതൊരു 10 മണിയാകുമ്പോൾ ട്രെൻഡ് അറിയാൻ പറ്റുമോ? രാവിലെ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് കേരളം ചിന്തിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഏറെക്കുറെ എത്രയാണ് മാഷെ ഒരു ഭൂരിപക്ഷമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമ്പറൊന്നും ഞാൻ പറയുന്നില്ല. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. മികച്ച ഭൂരിപക്ഷത്തിൽ എന്നാലും ജയിക്കും, ഒരു സംശയമില്ല. വ്യക്തമായ മെജോറിറ്റി കിട്ടുമെന്നതിനപ്പുറത്തേക്ക് ഏറ്റവും മികച്ചൊരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കും. നല്ല ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം ടേം അധികാരത്തിൽ വരും. ഈ ഭരണം, അതായത് CPM നിന്ന് മാറി മറുകണ്ഠം ചാടി UDFന്റെ പിന്തുണയോട് മത്സരിച്ച 5 പേർ, ഈ 5 പേർക്ക് എന്തായിരിക്കും അവരുടെ രാഷ്ട്രീയ ഭാവി എന്ന് എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. ഈ 5 പേർക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുക നാളെ? 5 പേരും UDF ആവും, തോക്കുകയും ചെയ്യും. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യാസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യാസ് പ്രൈഡ്. ഭരണവിരുദ്ധ വികാരമില്ല എന്നതിന് തെളിവാണ് എക്സിറ്റ് പോളുകളിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച ജനപിന്തുണയെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ജയിക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ച് കോൺഗ്രസ് കുപ്രചരണം നടത്തുകയാണ്. ഫലം വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന പതിവ് CPM-നില്ല. പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന് ചിന്തിക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം അത് ആവർത്തിച്ചുറപ്പിക്കുന്ന നിലയിലാണ് കേരളത്തിൽ ഇപ്പോൾ വന്നുയർന്നുകൊണ്ടിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ആശങ്കയുടെയും പ്രശ്നമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പരുമല പള്ളിയിൽ പ്രത്യേക കുർബാന. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വിശുദ്ധ കുർബാന നേർച്ചയായി നൽകി യൂത്ത് കോൺഗ്രസ് നേതാവ്. യൂത്ത് കോൺഗ്രസ് പള്ളിപ്പാട് മണ്ഡലം പ്രസിഡന്റ് സിജോ കുഞ്ഞാണ്ടിയാണ് പള്ളിയിൽ പ്രത്യേക കുർബാന അർപ്പിച്ചത്. രമേശ് ചെന്നിത്തലയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്നും ഇതിനുവേണ്ടിയാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചതെന്നും സിജോ കുഞ്ഞാണ്ടി പറഞ്ഞു. LDF വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് തന്റെ ആഗ്രഹവും വിശ്വാസവുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഭരണം കിട്ടുമെന്ന് തോന്നിയപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അടി തുടങ്ങി. VD സതീശനുമായി വഴക്കില്ല. അദ്ദേഹം കൊള്ളാവുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം വനവാസത്തിന് പോകരുതെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. BJP ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു എക്സിറ്റ് പോൾ എല്ലായിടത്തും എല്ലാ കാലത്തും ശരിയാണെന്നില്ല. ഇപ്പൊ തന്നെ അവർ ഓരോന്നും കണക്കുമെല്ലാം ബിർമയിലാണ് എല്ലാം നിൽക്കുന്നത്. ഈ ബിർമ നിൽക്കുമ്പോൾ BJP എന്ന് പറഞ്ഞ വലിയൊരു ഘടകമെടുപ്പുണ്ട്. അവരെ പലരും കാണുന്നില്ല. അവരും കുറേ സീറ്റ് പിടിക്കും. അവരുടെ കണക്കിന് സീറ്റാണെങ്കിൽ 14 സീറ്റ് പിടിക്കണം. അതൊന്നും പിടിക്കാൻ പോകുന്നില്ല. അതല്ല, അവർ അക്കൗണ്ട് തുറക്കും.
പക്ഷെ എൻ്റെ കണക്ക് അനുസരിച്ചും എൻ്റെ ചിന്ത അനുസരിച്ചും എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അനുസരിച്ചും ഹരിപ്പാട് കരുവാറ്റയിൽ വി ഡി സതീശന് അഭിവാദ്യം അർപ്പിച്ച് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ എന്ന പേരിൽ വെച്ച ഫ്ലെക്സ് ആണ് നശിപ്പിച്ചത്. ടീം UDF കരുവാറ്റ എന്ന പേരിലാണ് ഫ്ലെക്സ് ഇന്നലെ രാത്രി സ്ഥാപിച്ചത്. ഇന്ന് രാവിലെ ഫ്ലെക്സ് നശിപ്പിച്ച നിലയിലായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലാണ് സംഭവം. വി ഡി സതീശനായി പത്തനംതിട്ടയിലും ഫ്ലെക്സ്. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി, നിലപാടുകളുടെ രാജകുമാരൻ സതീശൻ, കേരളത്തിന്റെ ഭാവി കൈകളിൽ സുരക്ഷിതം തുടങ്ങിയ കാര്യങ്ങളാണ് ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത്. വിലക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ച് വി ഡി സതീശനായി വീണ്ടും തൊടുപുഴയിൽ ഫ്ലെക്സ്. തൊടുപുഴ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലാണ് വീണ്ടും ഫ്ലെക്സ് ബോർഡ് വെച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പോസ്റ്ററിലുണ്ട്. സതീശന്റെ മുഖചിത്രമുള്ള ത്രിവർണ്ണ പതാകയും പ്രദർശിപ്പിച്ചു. തമിഴ്നാട് ഇനി ആര് ഭരിക്കുമെന്നതിലും ആകാംക്ഷയാണ്. ഭരണ തുടർച്ച ഉറപ്പെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറയുമ്പോഴും വിജയുടെ TVK പിടിക്കുന്ന വോട്ടുകളാവും തമിഴ്നാടിൽ നിർണായകമാവുക. അതിനാൽ തന്നെ കരുതലോടെ നീങ്ങുകയാണ് TVK ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ. മഹാബലിപുരത്തെ ഒരു റിസോർട്ടിലേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനായി 100-ലേറെ റൂമുകളാണ് TVK ബുക്ക് ചെയ്തത്. തമിഴ്നാട്ടിൽ തൂക്കുസഭയാകുമെന്ന് ചില എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു. 234 അംഗ നിയമസഭയിൽ 120 സീറ്റ് വരെ നേടി TVK അധികാരത്തിലെത്തുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചത്. സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് വിജയും. ജനങ്ങൾക്ക് അതിൽ ഉറപ്പുണ്ടെന്നും അഭിപ്രായ സർവേ ഫലങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്നും വിജയ് പ്രതികരിച്ചു. എക്സിറ്റ് പോളിനും പ്രവചനങ്ങൾക്കും അപ്പുറം ബംഗാളിന്റെ ജനമനസ്സറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കനത്ത സുരക്ഷയിൽ ബംഗാൾ. അസമിൽ എക്സിറ്റ് പോളും കടത്തിവെട്ടുന്ന വിജയം നേടുമെന്ന് BJP. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ പശ്ചിമ ബംഗാളിൽ യഥാർത്ഥ ജനവിധി പുറത്തുവരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവസാന നിമിഷത്തിലും ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ് തൃണമൂൽ കോൺഗ്രസും BJPയും. എക്സിറ്റ് പോളുകൾക്ക് സമാനമായി തൃണമൂൽ കോട്ടകൾ പിടിച്ചെടുത്ത് ബംഗാളിൽ ആദ്യമായി ഭരണം പിടിക്കുമെന്നാണ് സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ള BJP നേതാക്കളുടെ പ്രതികരണം. 2021 തെരഞ്ഞെടുപ്പിൽ 4-ൽ നിന്ന് 77 സീറ്റുകൾ പിടിച്ചെടുത്ത BJP ഇത്തവണ 160-ൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് വിലയിരുത്തൽ. BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജനവിധി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ബംഗാളിലെ ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കുമെന്നുമാണ് മമതാ ബാനർജി വ്യക്തമാക്കുന്നത്. തൃണമൂൽ കോൺഗ്രസും BJPയും ഒരുപോലെ സ്ട്രോങ് റൂമുകൾക്ക് മുൻപിൽ കാവൽ നിൽക്കുന്നുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ബംഗാളിലുടനീളവും സുരക്ഷ ശക്തമാക്കി. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അസമിൽ ഒരട്ടിമറിയും നടക്കില്ലെന്നും സെഞ്ചുറി അടിച്ച് ഭരണ തുടർച്ചയുണ്ടാകുമെന്നുമാണ് BJP വ്യക്തമാക്കുന്നത്. പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോളുകളും അസമിൽ BJPക്ക് ഭരണ തുടർച്ച പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് പരമാവധി 20-നും 30-നും ഇടയിൽ സീറ്റുകൾ നേടുമെന്നാണ് വിലയിരുത്തൽ. ബംഗാളിലും കോൺഗ്രസിനും CPMനും കാര്യമായ നേട്ടമുണ്ടാകില്ലെന്നും വ്യക്തമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നിതിൻ രാജിന്റെ മരണത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടും SIT ഇതുവരെയും രേഖകളും തെളിവുകളും കൈമാറിയിട്ടില്ല. പ്രതികൾ പണവും സ്വാധീനവും ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കുന്നതായി നിതിന്റെ അച്ഛൻ ആരോപിച്ചു. പ്രതികളെ രക്ഷപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നുവെന്നും കുടുംബം പറഞ്ഞു. പാചകവാതകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ വിലവർദ്ധനവാണ് ഇപ്പോഴത്തേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എണ്ണക്കമ്പനികളുടെ ലാഭം മാത്രം മുൻനിർത്തി ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ അറിയിച്ചു. കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കേന്ദ്ര നയം തിരുത്തപ്പെടണമെന്നും അമിതമായി വർദ്ധിപ്പിച്ച തുക പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ആലപ്പുഴ പള്ളിക്കലിൽ 7 വയസ്സുകാരന് സൂര്യതപമേറ്റു. 2ാം ക്ലാസ് വിദ്യാർത്ഥി മാധവ് ബാബുവിനാണ് മുഖത്ത് സൂര്യതപം ഏറ്റത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു സംഭവം. വീട്ടിൽ വന്നപ്പോൾ മുഖത്ത് തീ പൊള്ളിയതുപോലെ കണ്ട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് സൂര്യതപം ആണെന്ന് സ്ഥിരീകരിച്ചത്. പള്ളിക്കൽ സ്വദേശികളായ ബാബുവിന്റെയും മഞ്ജുഷയുടെയും മകനാണ്. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ട് ഇറാൻ പുതിയ 14 സമാധാന നിർദ്ദേശം അമേരിക്കയ്ക്ക് കൈമാറി. പാകിസ്ഥാൻ മുഖേനയാണ് ഈ നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് കൈമാറിയത്. ട്രംപ് സർക്കാർ നേരത്തെ മുന്നോട്ട് വെച്ച 9 സമാധാന ചട്ടക്കൂടിനുള്ള മറുപടിയായാണ് ഇറാന്റെ ഈ നീക്കം. ലോകത്തിലെ എണ്ണവാതക നീക്കത്തിന്റെ 20% കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിലടക്കം പുതിയ ഭരണ സംവിധാനം വേണമെന്ന നിർണായകമായ ആവശ്യമാണ് ഇറാൻ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഈ പുതിയ നിർദ്ദേശത്തെ ട്രംപ് ഭരണകൂടം വലിയ സംശയത്തോടെ
സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 47 വർഷമായി ഇറാൻ ചെയ്ത കാര്യങ്ങൾക്ക് അവർ വലിയ വില നൽകിയിട്ടില്ലെന്നും അതിനാൽ ഈ കരാർ സ്വീകാര്യമാകുമെന്ന് കരുതുന്നില്ലെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ഈ വർഷത്തെ ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർക്ക് സൗദി അറേബ്യയ്ക്കുള്ളിൽ യാത്രകൾ കൂടുതൽ സുഗമമാക്കുന്നതിന്റെ സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് പുതിയ ഡിജിറ്റൽ സേവനം ലഭ്യമാക്കി. രാജ്യത്തെത്തുന്ന തീർത്ഥാടകർക്ക് ഇനി മുതൽ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ ഡിജിറ്റൽ വിസിറ്റർ ഐഡന്റിറ്റി രേഖയായി സൂക്ഷിക്കാം. ഇതോടെ യാത്രാവേളകളിൽ പാസ്പോർട്ട് നേരിട്ട് കയ്യിൽ കൊണ്ടു നടക്കേണ്ട സാഹചര്യം ഒഴിവാകുകയാണ്. തീർത്ഥാടകർക്ക് ഡിജിറ്റൽ വിസിറ്റർ ഐഡന്റിറ്റി ലഭിക്കുന്നതിന് അബ്ഷർ പ്ലാറ്റ്ഫോം വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സമുദ്ര അതിർത്തി വഴി കുവൈറ്റിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 4 പേരെ അറസ്റ്റ് ചെയ്തതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം. ഇവരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായി മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് കേണൽ സൗദ് അബ്ദുൽ അസീസ് പറഞ്ഞു. എന്നാൽ ഇവർ ഏത് രാജ്യക്കാരാണെന്ന വിവരം മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കിംവദന്തികളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. കുവൈറ്റിൽ ഭക്ഷ്യസുരക്ഷാ ക്യാമ്പയിൻ ആരംഭിച്ചു വാണിജ്യ വ്യവസായ മന്ത്രാലയം. പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. വിലപ്പട്ടികയില്ലായ്മ, അനുമതിയില്ലാത്ത പ്രമോഷനുകൾ, അറബിക് ഭാഷാ നിയമലംഘനങ്ങൾ, മാംസാഹാര മെനു കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചകൾ, അനധികൃത അധിക ചാർജുകൾ എന്നിവ ഉൾപ്പെടെ 6 റിപ്പോർട്ടുകൾ വാണിജ്യ വകുപ്പ് പുറപ്പെടുവിച്ചു. നിലവിൽ 9 നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പാഴായതും കാലാവധി കഴിഞ്ഞതുമായ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തു. പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദുബൈയിൽ കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കുന്നു. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം അവസാനത്തോടെ 735 ഇലക്ട്രിക് ബസ്സുകൾ കൂടി ദുബായ് നിരത്തുകളിൽ ഓടിത്തുടങ്ങും. ഘട്ടം ഘട്ടമായി ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കാനാണ് തീരുമാനം. ഇലക്ട്രിക് ബസ്സുകളുടെ എണ്ണം കൂട്ടുന്നതിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിലെ ചാർജിംഗ് യൂണിറ്റുകളുടെ എണ്ണവും വർദ്ധിക്കും. 5 പ്രധാന ബസ് ഡിപ്പോകളിൽ ചാർജ് സ്റ്റേഷനുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. അൽഖൂസ്, അൽ റുവയ്യ, ലബാബ്, ബിസിനസ് ബേ, ജബൽ അലി എന്നീ ഡിപ്പോകളിലാണ് 360 കിലോവാട്ട് ചാർജ് ശേഷിയുള്ള 32 ചാർജറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കുവൈറ്റിൽ മുബാറക് അൽ കബീർ ഗവർണറേറ്റിൽ പിടികൂടിയത് 10,000-ലധികം കിലോഗ്രാം കേടായ പച്ചക്കറികൾ. പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വിഭാഗം നടത്തിയ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഫാക്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു. കേടായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ സൂക്ഷിക്കൽ, ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കൽ, ലൈസൻസ് ഇല്ലാതെയുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനം, ആരോഗ്യ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്ത തൊഴിലാളികളെ നിയമിക്കൽ എന്നിവ ഉൾപ്പെടെ സ്ഥാപനത്തിനെതിരെ 6 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. കുവൈറ്റിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സ്വകാര്യ ആശയവിനിമയ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ തള്ളി ആഭ്യന്തര മന്ത്രാലയം. ഫോൺ കോളുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളിലെ ഉള്ളടക്കവും നിരീക്ഷിക്കുന്ന സംവിധാനം നിലവിലുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഔദ്യോഗിക വിവരങ്ങളിൽ അധിഷ്ഠിതമല്ലെന്നും മന്ത്രാലയം അറിയിച്ചു. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നും വിശ്വസനീയവും ഔദ്യോഗികവുമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം ആശ്രയിക്കണമെന്നും പൊതുജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചു. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അനാവശ്യമായ ആശങ്കയും ആശയക്കുഴപ്പവും സൃഷ്ടിക്കാമെന്ന മുന്നറിയിപ്പും മന്ത്രാലയം നൽകി. വിദേശങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കുറച്ച് പ്രാദേശികമായി തന്നെ അവ നിർമ്മിക്കുക എന്ന പ്രമേയത്തിൽ മേക്ക് ഇറ്റ് ഇൻ ദി എമിറേറ്റ് മേളയ്ക്ക് അബുദാബിയിൽ മെയ് 4 തുടക്കമാകും. മേളയുടെ 5ാം പതിപ്പാണ് ഇത്തവണത്തേത്. പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി 16,800 കോടി ദിർഹത്തിന്റെ പ്രൊക്യൂർമെന്റ് കരാറുകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. 5000-ലേറെ ഉൽപ്പന്നങ്ങൾ UAE-യിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ മേളയിൽ അവതരിപ്പിക്കും. ഭക്ഷ്യോൽപ്പന്നങ്ങൾ, മരുന്നുകൾ, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങി 12 മേഖലകൾക്കാണ് മുൻഗണന. പുതുതായി സംരംഭങ്ങൾ തുടങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രത്യേക പരിപാടികളും ഉണ്ടാകും. അബുദാബി അഡ്നെക് സെന്ററിൽ നടന്ന ഫോറത്തിൽ 1,20,000 സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്. OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിദ്ദയുടെ നേതൃത്വത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന VV പ്രകാശിന്റെ 5ാമത് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ആദരസൂചകമായി 1 മിനിറ്റ് മൗനാചരണത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന VV പ്രകാശിന്റെ സേവനങ്ങളും രാഷ്ട്രീയ പ്രതിബദ്ധതയും യോഗത്തിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു. അസീസ് ലാക്കൽ അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് അഞ്ചാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു. 25 വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന EP മുഹമ്മദ് അലിക്ക് യാത്രയയപ്പ് നൽകി. UM ഹുസൈൻ മലപ്പുറം, സാജു റിയാസ്, യാസിർ നായിഫ് തുടങ്ങിയവർ സംസാരിച്ചു.
ജിദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അമാൻ രചിച്ച ദി ഡ്രീം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു. ജിദ്ദയിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശികളായ സുനിൽ സെയ്ദ്, സോഫിയ സുനിൽ ദമ്പതികളുടെ മകനായ മുഹമ്മദ് അമാൻ രചിച്ച ദ ഡ്രീം എന്ന പുസ്തകം അറബ് ന്യൂസ് മാനേജിംഗ് എഡിറ്റർ സിറാജ് വഹാബ് പ്രകാശനം ചെയ്തു. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ രണ്ടാമത്തെ പുസ്തകം പുറത്തിറക്കാൻ സാധിച്ചത് മുഹമ്മദ് അമാന്റെ പ്രതിഭയുടെ തെളിവാണെന്ന് സിറാജ് വഹാബ് അഭിപ്രായപ്പെട്ടു. And they gave him the platform to rise and shine. So the first and foremost credit goes to Mr. Sunil and Madam Secretary. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മുസാഫിർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. റജി അൻവർ പുസ്തക പരിചയം നടത്തി. കബീർ കൊണ്ടോട്ടി, ഷിബു തിരുവനന്തപുരം, ഹക്കീം പാറക്കൽ, നാസർ വെളിയങ്കോട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. അമാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രചിച്ച ഔട്ടർ സ്പേസ് എന്ന ഇംഗ്ലീഷ് നോവലും പുതിയ പുസ്തകമായ ദ ഡ്രീമും ചടങ്ങിൽ ചർച്ചയായി. മുഹമ്മദ് അമാൻ അഭിനന്ദിച്ചുകൊണ്ടുള്ള ശശി തരൂർ എംപിയുടെ വീഡിയോ സന്ദേശവും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. Young people should be encouraged to explore their creative talents, to use their creative talents, to use their absolutely wonderful imaginations. തന്റെ വളർച്ചയിൽ വലിയ പിന്തുണ നൽകിയ മാതാപിതാക്കൾക്കും സഹോദരങ്ങളായ സന സയ്യിദ്, അയാൻ മുഹമ്മദ് എന്നിവർക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അമാൻ മറുപടി പ്രസംഗം നടത്തിയത്. നജീബ് വഞ്ഞാറമൂട് അവതാരകനായിരുന്നു. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പാലാ മീനച്ചിൽ പാലക്കാട് ചെറുപുഷ്പം പള്ളിയിൽ നടന്നു. മന്ത്രിമാരായ VN വാസവൻ, റോഷി അഗസ്റ്റിൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും പൗരാവകാശ പ്രവർത്തകനുമായിരുന്ന ഡിജോ കാപ്പന്റെ സംസ്കാര ചടങ്ങുകൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പാലാ മീനച്ചിൽ പാലാക്കാട് ചെറുപുഷ്പം പള്ളിയിൽ നടന്നു. പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്നലെ രാത്രി പാലാക്കാടുള്ള വീട്ടിൽ എത്തിച്ചപ്പോൾ മുതൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരടക്കം നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെയാണ് നടന്നത്. സർക്കാരിനു വേണ്ടി ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ പുഷ്പചക്രം അർപ്പിച്ചു. മന്ത്രിമാരായ VN വാസവൻ, റോഷി അഗസ്റ്റിൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾക്ക് പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കാർമ്മികത്വം വഹിച്ചു. വൻ ജനാവലി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഡിജോ കാപ്പൻ വെള്ളിയാഴ്ചയാണ് മരിച്ചത്. പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. പൗരാവകാശത്തിനായി നിരന്തരം പോരാടിയ ഡിജോ കാപ്പൻ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾക്കുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ശ്രദ്ധേയനായത്. അമൃത ന്യൂസ്, കോട്ടയം. ഇന്ത്യൻ കായിക ലോകത്തെ പിടിച്ചുകുലുക്കിയ ലൈംഗിക പീഡനാരോപണങ്ങളിൽ വെളിപ്പെടുത്തലുമായി ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച 6 വനിതാ ഗുസ്തി താരങ്ങളിൽ ഒരാൾ താനാണെന്ന് ഫോഗട്ട്. ഇരകളുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് സുപ്രീം കോടതി മാർഗനിർദ്ദേശമുണ്ടെങ്കിലും ചില സാഹചര്യങ്ങൾ കാരണമാണ് വെളിപ്പെടുത്തലെന്ന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ വിനേഷ് വ്യക്തമാക്കി. ബ്രിജ്ഭൂഷണിന്റെ ശക്തി കേന്ദ്രമായ ഉത്തർപ്രദേശിലെ ഗോണ്ടിയിൽ ദേശീയ റാങ്കിംഗ് ടൂർണമെന്റ് സംഘടിപ്പിക്കാനുള്ള ഫെഡറേഷന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് വിനേഷിന്റെ പ്രതികരണം. ഇനി ജനസേവനത്തിന്റെ ഭാഗമായി പാമ്പ് പിടുത്തവും പഠിച്ച അത്തോളി സ്വദേശി സന്ദീപ് നാലുപുരയ്ക്കലിനെ പരിചയപ്പെടാം. 2020 പഞ്ചായത്ത് മെമ്പറായി ഇദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടി പാമ്പ് പിടുത്ത പരിശീലനം നേടിയ വ്യക്തിയാണ്. കഴിഞ്ഞ 1 മാസത്തിനിടെ 30-ലേറെ പാമ്പുകളെയാണ് അത്തോളി പ്രദേശത്ത് നിന്ന് ഇദ്ദേഹം പിടികൂടി വനം വകുപ്പിൽ ഏൽപ്പിച്ചത്. 2010 അത്തോളിയിൽ 13ാം വാർഡിൽ നിന്നാണ് സന്ദീപ് കുമാർ ആദ്യമായി മത്സരിച്ചു ജയിക്കുന്നത്. വാർഡ് മെമ്പർ എന്ന നിലയിൽ പ്രദേശത്ത് എന്തിനുമേതിനും ഓടിയെത്തുക പതിവായിരുന്നു. ഇതിനിടെ പ്രദേശത്തു നിന്നും നിരന്തരമായി പാമ്പുകൾ ശല്യക്കാരായി എത്തിത്തുടങ്ങിയതോടെ മെമ്പർ എന്ന നിലയിൽ സന്ദീപിനും പണി ഇരട്ടിയായി. പാമ്പിനെ കണ്ടാൽ ആളുകൾ ആദ്യം പഞ്ചായത്ത് മെമ്പറെയാണ് വിളിക്കുക. സ്ഥലത്ത് വനം വകുപ്പിനെ വിവരം അറിയിച്ചാലും അവർ എത്തുന്നതുവരെ അവിടെ തന്നെ തുടരണം. പലപ്പോഴും വനം വകുപ്പിൽ നിന്നും ജീവനക്കാർ മണിക്കൂറുകളോളം വൈകിയാണ് എത്താറുള്ളത്. അതിനുള്ളിൽ പാമ്പ് സ്ഥലം വിടുന്ന അവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിലാണ് പാമ്പുപിടുത്തത്തിൽ പരിശീലനം നേടാൻ സന്ദീപ് തയ്യാറായത്. തുടർന്ന് ഓൺലൈനായി അപേക്ഷ നൽകി താമരശ്ശേരി വനം വകുപ്പ് ഓഫീസിൽ നിന്നും പാമ്പുപിടുത്തത്തിൽ പരിശീലനവും നേടി ലൈസൻസും സ്വന്തമാക്കി. ഇതിൻ്റെ വിഷമം ആളുകൾ അനുഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഗുണം ലഭിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഈ മാസം തന്നെ ഒരുപാട് പാമ്പുകളെ പല ഭാഗത്തു നിന്നായി നമുക്ക് കക്കയത്ത് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മൂർഖനാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ചൂടിൻ്റെ അടിസ്ഥാനത്തിൽ പുറമേക്ക് വരുന്നത്. അതിനെ പുറമെ വരുന്ന പാമ്പുകൾ വളരെ വലിയ പാമ്പുകൾ തന്നെയാണ് പുറമേക്ക് ഇറങ്ങുന്നത്. മൂർഖനും പെരുമ്പാമ്പുമായി 500-ലേറെ പാമ്പുകളെ ഇതിനകം പിടികൂടിയിട്ടുണ്ട്. എല്ലാത്തിനെയും ഭദ്രമായി വനം വകുപ്പ് ഓഫീസിലെത്തിക്കും. 2020 വീണ്ടും മത്സരിച്ച് ജയിച്ച സന്ദീപ് അത്തോളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനിടെയും പാമ്പ് പിടുത്തം തുടർന്നു. കനത്ത ചൂടുകാലം സന്ദീപിന് ഇരട്ടിപ്പണിയാണ്. മൂർഖനും അണലിയും ഉൾപ്പെടെ 30-ലേറെ പാമ്പുകളാണ് കഴിഞ്ഞ 1 മാസത്തിനിടെ അത്തോളി പ്രദേശത്തു നിന്നും പിടികൂടിയത്. ഒരു ദിവസം 4 പാമ്പിനെ വരെ പിടികൂടുന്നുണ്ട്. ഈ ചൂടുകാലം അവസാനിക്കും വരെ വിശ്രമമില്ലാതെ പാമ്പുകൾക്ക് പിന്നാലെ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ് ഇദ്ദേഹം. അമൃത ന്യൂസ്, കോഴിക്കോട്. IPL സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അർദ്ധ സെഞ്ചുറി തികച്ച ആംഗ്രിഷ് രഘുവംശിയാണ് കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറർ. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 19 ഓവറിൽ 165 റൺസിന് പുറത്തായി. 7 ഓവറിൽ 1 വിക്കറ്റിന് 84 റൺസ് നിലയിൽ നിന്നാണ് ഹൈദരാബാദ് തകർന്നടിഞ്ഞത്. കൊൽക്കത്ത 18.2 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.